നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ചെർപ്പശ്ശേരിയിലെ ഗതാഗത പരിഷ്കരണത്തിൽ ദുരിതത്തിലായി വ്യാപാരികൾ. ബസ് സർവീസുകൾ പൂർണ്ണമായും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയതോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഈച്ച പോലും കയറുന്നില്ല എന്ന് വ്യാപാരികൾ പറയുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി നഗരസഭയിലെത്തി നിവേദനം നൽകി. അവരാദ്യം ഒരു നിർദ്ദേശങ്ങൾ വെച്ച് കോഴിക്കോട് പാലക്കാടും പെരിന്തൽമണ്ണയും ബസ് മാത്രം വന്ന് പോകാനാണ്. ഞങ്ങളതിനോട് ചോദിച്ചവരല്ലേ, നിങ്ങളെ ബുദ്ധിമുട്ടി പറയാനേ യോജിക്കില്ലോ. പിന്നെ മുഴുവൻ അങ്ങോട്ട് പോയാൽ അങ്ങനെ തറക്കാം. നമ്മളിവിടെ നിർദ്ദേശം വെച്ചാൽ എന്താ, ബസ്സിലെ പ്രശ്നം പറഞ്ഞപ്പോൾ നിർദ്ദേശം വെച്ചാണ് പെരിന്തൽമണ്ണയും പാലക്കാടും ബസ് അവിടെ ബാക്കിയുള്ള പരിപാടിയാണെന്ന് കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ അംഗീകരിച്ചാണ്. അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിൽ എല്ലാവരും അംഗീകരിച്ച് പോകുന്നവരുണ്ട്. നാട്ടിൽ ഒരു വികസനം വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ബസ്സിൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ടേ പോകുള്ളൂ. ആ ബസ്സിൽ പറഞ്ഞ് കേൾക്കാൻ ഞങ്ങൾ നടക്കില്ല. ഞങ്ങൾ അപകട ഭീഷണിയെ തുടർന്ന് ചെറുപ്പളശ്ശേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെ കാര്യമായ മാറ്റങ്ങളാണ് ചെറുപ്പളശ്ശേരി ടൗണിൽ സംഭവിച്ചത്. ബസ് സർവീസുകൾ പൂർണ്ണമായും പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായതോടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം വിജനമായ സ്ഥിതിയാണ്. ഇതോടെ ഈ ഭാഗങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ബിസിനസ് ഗണ്യമായി കുറഞ്ഞു എന്നാണ് വ്യാപാരികൾ പറയുന്നത്. പലരും വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നാൽ 10 രൂപയുടെ കച്ചവടം പോലും നടക്കാത്ത അവസ്ഥയാണ് ഒരു മാസത്തോളമായി നേരിടുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിന് പരിഹാരമായി ബസ് സർവീസുകൾ പൂർണ്ണമായും പുതിയ ബസ് സ്റ്റാൻഡിൽ ഒതുക്കാതെ ടൗണിൽ വന്ന് തിരിച്ചു പോകുന്ന സമ്പ്രദായത്തിലേക്ക് ട്രാഫിക് സംവിധാനം കൊണ്ടുവരണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് പലതവണ മുനിസിപ്പാലിറ്റിയിൽ കയറിയിറങ്ങിയിട്ടും പരിഹാരമാവാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ കൂട്ടമായി നഗരസഭയിലെത്തി നിവേദനം നൽകിയത്. ഞങ്ങൾ കഴിഞ്ഞ 30-ാം തീയതി ആണ് പുതിയ ട്രാഫിക് പരിഷ്കരണം ഇവിടെ ചെർപ്പശ്ശേരി ടൗണിൽ നടപ്പിലാക്കിയത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തീരുമാനം വളരെ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഈ കച്ചവടക്കാർ ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റി ആയിട്ടും ടൗൺ നവീകരണമായിട്ടും ഇതിനു മുമ്പേ റോഡ് പണി ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സഹകരിച്ചൊരു വിഭാഗമാണ് ഞങ്ങൾ. അത് ഞങ്ങൾക്ക് ഈ അങ്ങാടിയുമായി ഉപജീവനം നടത്തേണ്ടതിൻ്റെ കാര്യം അറിയുന്നതുകൊണ്ടാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ വളരെ മാന്യമായി ഇവിടുത്തെ അധികൃതർ ആരാണോ അവരോട് അതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി 1-ാം തീയതിക്ക് മുമ്പ് ടൗണിലെ തിരക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഉള്ളൊരു മീറ്റിംഗ് 28-ാം തീയതി വിളിക്കുകയും 30-ാം തീയതി നടപ്പിലാക്കുകയും ചെയ്തു. 31-ാം തീയതി തന്നെ കച്ചവടക്കാരൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണവാട്ടി ടെക്സ്റ്റൈൽസിൻ്റെയും മുനിസിപ്പൽ ഓഫീസിൻ്റെയും ഇടയിലുള്ള ഈ റോഡിൻ്റെയും ഇടയിലുള്ള മുഴുവൻ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലായി എന്ന് ഞങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് 31-ാം തീയതി തന്നെ അധികൃതരോട് ഞങ്ങൾ സംഘടന എന്നുള്ള നിലക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷണമാണ് നടത്തിയത്, അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ആ പരീക്ഷണം നമുക്ക് മാറ്റി ചിന്തിക്കണം എന്ന് വളരെ സൗഹാർദ്ദപരമായി നമ്മൾ പറഞ്ഞതാണ്. ഇത് കഴിഞ്ഞ 22 ദിവസമായി വ്യാപാരികളും വ്യാപാരി പ്രതിനിധികളും ഇവിടെ വന്ന് പറയുക എന്നല്ലാതെ ഒരു മാറ്റവും ഈ സംവിധാനത്തിലില്ല. മാത്രമല്ല ഇത് അടുത്തൊന്നും മാറുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ കാണില്ല. കാരണം ഏതെങ്കിലും ഒരു നീക്കം യോഗം വിളിക്കുകയോ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാനുള്ള സംവിധാനമോ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആ ഏരിയക്കുള്ളിലുള്ള കച്ചവടക്കാരാണ്. അവരെയും കൂട്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗൗരവം ഇന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ടൗണുമായി ബന്ധപ്പെട്ട് ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആളുകളെയും വിളിച്ച് ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാമെന്നുള്ള ഉറപ്പാണ് ഇത് നൽകിയത്. വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഗൗരവതരമായി ഇടപെടുമെന്ന് ഉറപ്പു നൽകിയതായും അല്ലാത്തപക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും ചെർപ്പളശ്ശേരി യൂണിറ്റ് പ്രസിഡന്റുമായ KA ഹമീദ് പറഞ്ഞു. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ.